നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് 2025 മാർച്ച് 17 തിങ്കൾ. 1200 മീനം 3 ചിത്തിര. 1446 റമദാൻ 16. ലഹരിക്കെതിരെ ശക്തമായ നടപടിക്ക് സംസ്ഥാന സർക്കാർ നീക്കം ആരംഭിച്ചു. സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ പോലീസ് എക്സൈസ് ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. അന്തർ സംസ്ഥാന ബസ്സുകളിലും വാഹനങ്ങളിലും സംയുക്ത പരിശോധന നടത്തും. സംസ്ഥാനത്ത് ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഈ മാസം 24-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. 75 കോടി രൂപയുടെ MDMA-യുമായി 2 വിദേശ വനിതകൾ ബംഗളൂരുവിൽ പിടിയിലായി. ദില്ലിയിൽ നിന്നാണ് ഇവർ എത്തിയത്. 38 കിലോ MDMA-യാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. കർണാടകയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. പിടിയിലായ 2 സ്ത്രീകളും ദക്ഷിണാഫ്രിക്ക സ്വദേശികളാണ്. രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി 163 കോടിയുടെ ലഹരി വേട്ടയാണ് ഇന്നലെ നടന്നത്. ബംഗളൂരുവിന് പുറമെ ഗുവാഹത്തി, ഇംഫാൽ സോണുകളിൽ നിന്ന് 88 കോടിയുടെ ലഹരി മരുന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത്. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ പോലീസ് അടക്കം ഏജൻസികൾ ലഹരിവേട്ട സജീവമാക്കിയിരിക്കുന്നത്. ലഹരി മുക്ത ഭാരതമെന്ന കേന്ദ്ര സർക്കാർ നടപടിക്ക് ശക്തി പകരുന്ന നടപടിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സംഘത്തെ അഭിനന്ദിച്ചു. അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 36 ആയി. മിസോറാമിൽ മാത്രം 14 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് വ്യക്തമാകുന്നത്. 7 സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബന്ധവും ചുഴലിക്കാറ്റ് താറുമാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ജില്ലകളിൽ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാർച്ച് 20 വരെ മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. കനത്ത മഴയിൽ നിറഞ്ഞൊഴുകിയ ഓടയിൽ വീണ് കോഴിക്കോട് കോവൂരിൽ ഇന്നലെ രാത്രി ഒരാളെ കാണാതായി. കോവൂർ സ്വദേശി ശശിയാണ് ഓടയിൽ വീണത്. കോവൂർ MLA റോഡിൽ മണലേരി താഴത്തെ ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഓടയുടെ സമീപം നിൽക്കുകയായിരുന്ന ശശി കാൽ വഴുതി ഓടയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. 2 കിലോമീറ്ററോളം ദൂരം ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗൂഗിൾ മാപ്പ് നോക്കി തടയണയിലൂടെ സഞ്ചരിച്ച കാർ രാത്രിയിൽ പുഴയിലേക്ക് പതിച്ചു. കാറിലുണ്ടായിരുന്ന 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ ചെങ്ങോട്ടൂർ മന്ദാരത്തൊടി വീട്ടിൽ ബാലകൃഷ്ണൻ, സദാനന്ദൻ, വിശാലാക്ഷി, രുക്മിണി, കൃഷ്ണപ്രസാദ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. തിരുവല്ല മലയിലെ കുത്താമ്പുള്ളിയിൽ നിന്നും കൈത്തറി തുണികളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കളമശ്ശേരി പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി അനുരാജ് ആണ് പിടിയിലായത്. അനുരാജ് ആണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പിടിയിലായ മറ്റു പ്രതികൾ മൊഴി നൽകിയിരുന്നത്. ലോക്സഭ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നയിക്കുന്ന ചെന്നൈയിലെ പ്രതിഷേധ സംഗമത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് CPM കേന്ദ്ര നേതൃത്വം അനുമതി നൽകുകയായിരുന്നു. ഇടുക്കി ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നലെയും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. കടുവ കാട്ടിലേക്ക് കയറിയതായാണ് നിഗമനമെന്ന് കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. ശനിയാഴ്ച രാത്രി വരെ ഗ്രാമ്പി പള്ളിക്ക് സമീപം കണ്ട കടുവയെ ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നും കടുവയെ കണ്ടാൽ മയക്കുവെടി വെക്കാൻ സജ്ജമാണെന്നും കോട്ടയം DFO പറഞ്ഞു. കൊച്ചി വിമാനത്താവളത്തിനായി സ്ഥലമേറ്റെടുത്തപ്പോൾ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്കായി രൂപവൽക്കരിച്ച 2ാം ഘട്ട പുനരധിവാസ പദ്ധതിക്ക് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. നേരത്തെയുള്ള പാക്കേജിൽ മതിയായ സംരക്ഷണം ലഭിക്കാത്തവർക്കാണ് 2ാം ഘട്ട പാക്കേജ് നടപ്പിലാക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലെ അനധികൃത ട്യൂഷൻ സെന്ററുകൾ പൂട്ടാൻ ഉത്തരവിറക്കി വിദ്യാഭ്യാസ വകുപ്പ്. ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായി TR രഘുനാഥനെ തിരഞ്ഞെടുത്തു. അന്തരിച്ച AV റസ്സലിന്റെ പിൻഗാമിയായിട്ടാണ് TR രഘുനാഥൻ കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ IOC DGM അലക്സ് മാത്യുവിന്റെ പക്കൽ വൻ നിക്ഷേപവും മദ്യശേഖരവും
കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് വൻ നിക്ഷേപത്തിന്റെ രേഖകൾ പിടിച്ചെടുത്തു. ഇയാളുടെ വീട്ടിൽ വൻതോതിൽ മദ്യ ശേഖരവുമുണ്ടെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തന്ത്രവുമായി കോൺഗ്രസ്. പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ 18 പയറ്റാനാണ് ശ്രമം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, N ശക്തൻ തുടങ്ങിയ നേതാക്കളെ മത്സര രംഗത്ത് ഇറക്കാനാണ് നീക്കം. കർണാടക DGP K രാമചന്ദ്ര റാവു നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. യുവനടിയും മകളുമായ രന്യ റാവു സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് നടപടി. 12.56 കോടി രൂപ വില വരുന്ന 1850 പവൻ സ്വർണവുമായി മാർച്ച് 3-നാണ് യുവനടി ബംഗളൂരു വിമാനത്താവളത്തിൽ അറസ്റ്റിലായത്.